ശരിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അനിൽകുമാർ താല്പര്യം പ്രകടിപ്പിച്ചു. കാരണം മധു മുല്ലശ്ശേരിയാണ് അപ്പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അനിൽകുമാറിനെ ക്ഷണിച്ചത്. ബി.ജെ.പിയുടെ മുതിർന്ന നേതാവാണ് സി ശിവൻകുട്ടി. രണ്ടുപേർക്കും സ്വാഗതം. ആദ്യം ഞാൻ ശിവൻകുട്ടിയിലേക്കൊന്ന് പോകുന്നു. സി ശിവൻകുട്ടി, നിങ്ങൾ എന്തു വിശ്വസിച്ചാണ് മധു മുല്ലശ്ശേരിയെ പാർട്ടിയിലെടുത്തത്? 42 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹയാത്രികനായ, 8 വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ, 6 വർഷം ഏരിയ സെക്രട്ടറിയായ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചും പാർട്ടി സിദ്ധാന്തങ്ങളെക്കുറിച്ചുമൊക്കെ നാട്ടുകാർക്ക് വിശദീകരിച്ചു കൊടുക്കുമെന്ന് നമ്മൾ കരുതി, അല്ലെങ്കിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടാകുന്ന ഒരു ഏരിയ സെക്രട്ടറിയെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ കാവി എണീച്ച് സ്വീകരിച്ചത് എന്ത് വിശ്വാസത്തിലാണ്? അരുണെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി എല്ലാ മേഖലയിലും ശക്തിയാർജിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായും ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയവുമായി യോജിപ്പുള്ള എല്ലാ പേരും ബി.ജെ.പിയോട് സഹകരിക്കും. ചില ആൾക്കാർ സജീവമായി പ്രവർത്തന രംഗത്തേക്ക് വരും, ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അനുഭാവികളായിട്ട് നിൽക്കും, ചിലർ സൈലന്റ് ആയിട്ട് നിൽക്കും. ഇതൊക്കെ രാഷ്ട്രീയ രംഗത്ത് അവരവരുടെ പ്രവർത്തന ശൈലിയുടെ വിശ്വാസമാണ്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം, ഈ ഏരിയ മധു മുല്ലശ്ശേരിക്ക് ഇത്തവണ കൂടി ഏരിയ സെക്രട്ടറി സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ ഇന്നത്തെ ചടങ്ങുണ്ടാകുമായിരുന്നില്ല. അല്ല അരുണെ, അങ്ങനെ നമുക്ക് വിവക്ഷിക്കാൻ സാധിക്കില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നിരവധി ആൾക്കാർ CPM-ൽ നിന്ന് ബി.ജെ.പിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ബി.ജെ.പിയിൽ നിന്നും മറ്റു പാർട്ടികളിലേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. രാഷ്ട്രീയ രംഗത്ത് മധു മുല്ലശ്ശേരിക്ക് അവിടെയുണ്ടായ അവഗണന, അദ്ദേഹം 6 വർഷം CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, 8 വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയത്തിൽ വിശ്വസിച്ചു നിന്ന് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് നേരിടുന്ന ഏറ്റവും കടുത്ത അവഗണന ഇത് ഒരു ദിവസം കൊണ്ട് രൂപപ്പെടുന്നതല്ലല്ലോ. ഏരിയ സെക്രട്ടറിയിൽ നിന്ന് മധുവിനെ മാറ്റുന്നത് ഒരു ദിവസം കൊണ്ട് രൂപപ്പെടുന്ന രാഷ്ട്രീയ സംഭവമല്ല അരുണേ. പാർട്ടികൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് അവഗണനയാണോ, ഇപ്പോൾ പാർട്ടി അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ അംഗീകാരമാണോ എന്നുള്ളത് പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസമാണ്. പക്ഷേ എൻ്റെ ഒരു സംശയം, CPM അങ്ങനെ അവഗണിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരാളെയാണോ നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ചത്? അല്ല, ഞാൻ പറഞ്ഞിട്ടുള്ളത് അരുണിന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ്. അരുണിനെ നമ്മുടെ മധു CPM വിടുന്നത് ഒരു ദിവസം ആലോചിച്ചിട്ടൊന്നും ആയിരിക്കില്ലല്ലോ. മധുവിനെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയിലെ 42 വർഷക്കാലം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തുകൊണ്ട് മാറി, അദ്ദേഹം മാറേണ്ട സാഹചര്യം എങ്ങനെയാണ്, പ്രതീക്ഷിക്കുന്നതില്ലെന്നും അല്ല അരുണെ, അങ്ങനെ വിവക്ഷിക്കാൻ സാധിക്കില്ലല്ലോ കിരണെ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യം എന്താണ്? അദ്ദേഹം പ്രവർത്തിച്ച പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി, ആ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെ തള്ളിപ്പറഞ്ഞതായി ശ്രീ ശിവൻകുട്ടി കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പാർട്ടിയുടെ വർഗരഹിത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് എന്റെ അരുണെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗരഹിത രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും ഇന്നത്തെ കാലത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ചോദിച്ചോട്ടെ, മധുവിനെ പോലത്തെ വലിയ പാരമ്പര്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് ആ പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അതിശക്തമായ അവഗണനയെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. അതിലാണ് പോയിന്റ്. അദ്ദേഹം പൊതുപ്രവർത്തകനാണ്. താങ്കളിലേക്ക് തിരിച്ചു വരാം. താങ്കൾ ആ ചർച്ച തുടങ്ങി വെച്ചത് അവഗണന നേരിട്ട ഒരു പരിചയസമ്പന്നന്റെ രാഷ്ട്രീയ നേതാവിനെ പാർട്ടിയിലേക്ക് എടുത്തിരിക്കുന്നു, അത് സ്വാഭാവികമായ ബി.ജെ.പിയുടെ വളർച്ചയാണ്, CPM-ൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിന്റെ സൂചനയാണ് എന്നാണ്. Debate with Dr. Arun Kumar.